സുനിഷ അയ്യലൂർ, ഗുഡ് മോർണിംഗ് സുനിഷ. ഇതിപ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രി പറഞ്ഞതനുസരിച്ച് ഫേഞ്ചൽ ചുഴലിക്കാറ്റ് കർണാടകത്തിൽ നിന്ന് കേരളത്തിൻ്റെ തീരം വഴി, അതായത് കണ്ണൂർ കാസർഗോഡ് ഭാഗം വഴി അറബിക്കടലിലേക്ക് പ്രവേശിക്കും. നാളെ രാവിലെ വരെ നമ്മൾ ഫേഞ്ചൽ ചുഴലിക്കാറ്റിൻ്റെ പ്രഭാവം കരുതി തന്നെ ഇരിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് അതിതീവ്ര മഴയ്ക്ക് വടക്കൻ കേരളത്തിൽ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്ന് ഉച്ച മുതൽ മഴ ശക്തമാകും എന്നാണോ റവന്യൂ വകുപ്പ് മന്ത്രി പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? എന്തൊക്കെയാണ് മറ്റ് കാലാവസ്ഥാ പ്രവചന വിവരങ്ങൾ? അരുൺ, മഴ ശക്തമാകുമെന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം വടക്കൻ കേരളത്തിൽ 5 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിതീവ്ര മഴ കഴിഞ്ഞ ദിവസം 4 ജില്ലകളിലായിരുന്നു. ഒപ്പം കാസർഗോഡ് ജില്ലയ്ക്ക് ഓറഞ്ച് അലർട്ടായിരുന്നു നൽകിയിരുന്നത്. പക്ഷേ ഇന്നത്തെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് കാസർഗോഡ് ജില്ലയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ട്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അത് തൃശൂർ, പാലക്കാട്, ഇടുക്കി, എറണാകുളം ജില്ലയിലാണ് എന്നതാണ്. ഒപ്പം തന്നെ മറ്റ് തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രധാനമായും പറയുന്നത് ഈ ഫേഞ്ചൽ ചുഴലിക്കാറ്റ് തമിഴ്നാട് മേഖലയിൽ നിന്നും ഇന്ന് ഈ വടക്കൻ കേരളത്തിലൂടെ സഞ്ചരിച്ചാണ് അറബിക്കടലിലേക്ക് എത്തുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ നാളെ വൈകുന്നേരം വരെ ഇതേ രീതിയിൽ ശക്തമായ മഴ പ്രതീക്ഷിക്കാം എന്നതാണ് അല്പസമയം മുമ്പ് റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചപ്പോഴും പറഞ്ഞത്. അതായത് മന്ത്രി നേരത്തെ ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിലെത്തി അധികൃതരുമായി സംസാരിച്ചിരുന്നു, ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തിയിരുന്നു, നിലവിലെ സാഹചര്യം വിലയിരുത്തുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് നിലവിലേതായാലും ഇത്തരത്തിൽ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. പ്രധാനമായും വടക്കൻ കേരളത്തിലാണ്. തെക്കൻ കേരളത്തിൽ മഴ ദുർബലമാകുമെന്നതാണ് നിലവിലെ കണക്കുകൂട്ടൽ. അങ്ങനെയെങ്കിൽ വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകും. ഒപ്പം തന്നെ അതിനനുസരിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. പ്രധാനമായും ഈ മലയോര മേഖലയിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണം. ഒപ്പം തന്നെ അറബിക്കടലിലേക്ക് ഈ ഫേഞ്ചൽ ചുഴലിക്കാറ്റ് എത്തിയാൽ പോലും അവിടെ ഈ തീരദേശത്ത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഉയർന്ന തിരമാലയ്ക്ക്, വലിയ ഉയർന്ന കാറ്റിനുമൊക്കെ സാധ്യതയുള്ളതിനാൽ കടലോര ഈ തീരദേശ മേഖലയിൽ താമസിക്കുന്നവരും ഈ കടൽ പ്രദേശത്തൊക്കെയുള്ളവരും അതീവ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ്. മത്സ്യബന്ധനത്തിന് നിലവിൽ വിലക്ക് തുടരുകയാണ്. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ മാറി താമസിക്കേണ്ട സാഹചര്യം വന്നാൽ പൊതുജനങ്ങൾ അതിനോട് തയ്യാറാകണമെന്നൊരു നിർദ്ദേശം കൂടി കാലാവസ്ഥാ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നത് തന്നെയാണ് മന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഏതായാലും അടുത്ത 3 മണിക്കൂറിനുള്ളിൽ വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഒപ്പം 40 കിലോമീറ്ററിലധികം വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനുള്ള സാധ്യതയുമാണ് നിലവിൽ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. താങ്ക് യു സുനിഷ.